ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഹോട്ടൽ സ്റ്റൈലിലൊരു കടലക്കറി ഉണ്ടാക്കിയാലോ. അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കടലക്കറിയാണ്. ഇതിൽ നമ്മൾ കടല അരച്ച് ചേർക്കണ്ട, തേങ്ങ ചേർക്കണ്ട, പക്ഷെ ഒരു സ്പെഷ്യൽ രീതിയിൽ മസാല ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കടലക്കറി ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഹോട്ടൽ രീതിയിലുള്ള കടലക്കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് കടല വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് മാത്രം ചേർത്താണ് വേവിച്ചെടുത്തത്. അതിലേക്ക് 2 മീഡിയം വലിപ്പമുള്ള സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയുടെ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി തൊലിയോടുകൂടിയാണ് ചതച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു റെസിപ്പിയിൽ ചതച്ച വെളുത്തുള്ളിയും ചതച്ച ഇഞ്ചിയും ചേർക്കുക. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. കടല വേവിച്ച് വെച്ചതുകൊണ്ട് തന്നെ വേഗം കാര്യങ്ങൾ നീക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 3 വറ്റൽമുളക്, അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള അത്യാവശ്യം വേണം കേട്ടോ നമുക്ക് ഈ ഒരു കറിയിൽ. അപ്പോഴേ നമുക്ക് ഈ കറിയുടെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് വരുമ്പോൾ അറിയാൻ പറ്റും സവോള എന്തിനാണ് ഇത്രയും ചേർക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ തന്നെ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഈ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അടുത്തടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഈ സവോളയുടെ കൂടെ തന്നെ കുക്കായി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇനി സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ ഞാനൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ സവോള ഒന്ന് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്, തക്കാളി കുക്കാവൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കറിക്ക് നല്ലൊരു കളർ കിട്ടാനാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ തക്കാളിയുടെ കൂടെ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ചേർന്ന് നന്നായിട്ട് കുക്കായി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് മുഴുവൻ അരച്ചെടുക്കില്ല, ഇപ്പോൾ നമ്മൾ കുറച്ച് അരച്ചെടുക്കുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളിയും സവോളയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിൽ നിന്ന് നമുക്കൊരു 1/4 ഭാഗം എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഇപ്പോൾ തന്നെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റരുത്, ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ആദ്യം ഒന്ന് ചൂട് മാറാനായിട്ട് 1/4 ഭാഗം എടുത്തിട്ടുള്ളത് കണ്ടോ, ഇത്ര എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് ചൂട് മാറി വരുമ്പോൾ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർത്ത് തന്നെ അരച്ചെടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ വഴറ്റിക്കൊണ്ടിരിക്കാം. നന്നായിട്ട് വഴന്നു വരട്ടെ. ബാക്കിയുള്ള മസാലയിലേക്ക് നമുക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണിൽ കൂടെ ഉണ്ടാട്ടോ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മതി. പിന്നെ എരിവിനായിട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ സാധാരണ മുളക് പൊടി ഒരു 2 പിഞ്ച്, അത്രയും മതി. കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ടല്ലോ, പിന്നെ ഗരം മസാലയിലും മുളക് പൊടി ഉണ്ട്. അപ്പോൾ 2 പിഞ്ച് സാധാരണ മുളക് പൊടി. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ, ഞാനിപ്പോൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് വീണ്ടും നമ്മൾ ഈ മസാല ഒന്ന് വഴറ്റിയെടുത്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ അതൊന്ന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട, തരിതരിപ്പായിട്ട് അരച്ചാൽ മതി. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കടല വേവിച്ച വെള്ളം നമ്മൾ എടുത്ത് വയ്ക്കുക. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ നമുക്ക് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാം, അല്ലെങ്കിൽ ആ വെള്ളം നമുക്ക് കറിയിലേക്ക് ചേർക്കാനാണ് ആവശ്യമുള്ളത്. അരച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം, നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കുകയും വേണം. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം.
ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളവും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കടല വേവിച്ച വെള്ളമാണ് ചേർക്കുന്നത്. മിക്സിയുടെ ജാറിലേക്കാണ് കുറച്ച് വെള്ളം ചേർത്തിട്ട് ആ ബാക്കിയുള്ള മസാല ഒന്ന് ചുറ്റിച്ചെടുക്കുന്നത്. ഈ മസാലയിൽ കിടന്ന് ആ സവോളയൊക്കെ ഒന്ന് കുക്കായി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കാത്ത ഒരു കാര്യമുണ്ട്, നമ്മുടെ കറിവേപ്പില. ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് കുക്കായി കഴിഞ്ഞു കേട്ടോ. സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ട് കുക്കായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം ചേർക്കാം, ഇല്ലെങ്കിൽ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാൻ താല്പര്യമുണ്ട്. പെരിഞ്ജീരകം കടിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്താലും മതി. അപ്പോൾ പെരിഞ്ജീരകം ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പെരിഞ്ജീരകം മുഴുവനെ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്കൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനി ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. ഒരു 2-3 മിനിറ്റ് എടുക്കും കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്ത് എണ്ണ തെളിഞ്ഞ് വരാനായിട്ട്. അപ്പോൾ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ കണ്ടോ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് എണ്ണ ഒഴിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് എണ്ണ ഇങ്ങനെ ഊർന്ന് വരുന്നത് കാണാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കടല വേവിച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കുക. ഇത്രയും സമയം ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് കടലയൊന്ന് കുക്കായി വരണം. കടല കുക്കായതാണെങ്കിലും ആ മസാലയൊക്കെ കടലയിലേക്ക് പിടിച്ച് നന്നായിട്ട് മിക്സായി ഒരു 7 മിനിറ്റോളം ഈ മസാല കടലയിലേക്ക് പിടിക്കാനായിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് കടല വേവിച്ച വെള്ളം നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ചേർത്തിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കടല ഉടച്ചൊന്നും ചേർക്കരുത്. ഇത് തിളച്ച് കുറുകി വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും നമ്മുടെ കറി. അപ്പോൾ എന്തായാലും തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ കടലക്കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇത് കണ്ടോ, നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ നമ്മുടെ കടലക്കറി കുറുകി വന്ന് കടലയും അരച്ച് ചേർത്തിട്ടില്ല. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ഒരു പിഞ്ച് നമ്മുടെ ഗരം മസാലപ്പൊടി. ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഒരു പിഞ്ച് ഗരം മസാലപ്പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു പിഞ്ച്, ഇത് ഹോട്ടലുകളിലൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു ടിപ്പാണ്, ഒരു പിഞ്ച് പഞ്ചസാര. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ കടലക്കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കടലക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. വ്യത്യസ്തമായൊരു ടേസ്റ്റിലുള്ള നമ്മൾ ഹോട്ടലുകളിലൊക്കെ കഴിക്കുന്ന അതേ രുചിയിലുള്ള കടലക്കറി റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാട്ടോ നിങ്ങളുടെ അഭിപ്രായം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.